Hi guys, അപ്പോൾ നമ്മൾ ചെറിയ ഒരു അടിപൊളി ഐറ്റമാണ് ചിക്കൻ പോട്ട് റൈസ് ഉണ്ട്. ഭയങ്കര സിമ്പിൾ ആട്ടോ. കാണുമ്പോൾ ഒരു ബിരിയാണി ലുക്കൊക്കെ ആണെങ്കിലും സംഭവം സിമ്പിളാണ്. അതിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഡയലോഗൊന്നും അടിക്കാതെ നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി നമ്മൾ കുറച്ച് ആക്ച്വലി കൂടുതലാണ് ഇടുന്നത്. അതുകൂടി 1 ടീസ്പൂൺ. ഈ എടുത്ത ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കട്ട തൈര് ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നത് നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ, ഒന്നും പ്രശ്നമല്ല. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇത് റസ്റ്റ് ചെയ്യാൻ പറ്റും, എന്നാൽ ഈ മസാലയൊക്കെ നല്ലോണം പിടിക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു ഐറ്റം കൂടി ഇടാനുണ്ട്, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചരച്ചത് കേട്ടോ. അത് ഞാൻ മറന്നുപോയി, ആക്ച്വലി ഇപ്പോഴത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടാൻ മറന്നുപോയി. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് എണ്ണ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ചിക്കൻ ഞാനൊരു 10 മിനിറ്റ് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം 60-70% ആ സാധനം ആയിട്ടുണ്ട്. സ്കിന്നുള്ള ചിക്കനെ കൊണ്ട് ആ സ്കിന്നൊക്കെ നല്ല രീതിക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു 70% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണ കേട്ടോ, ചിക്കൻ മൊത്തം സെയിം എണ്ണയിലോട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിനെ നമ്മൾ നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ചിക്കൻ വറുത്ത ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ഇതിൽ നല്ലപോലെ വരും. അപ്പം ഞാൻ ഇതിൽ ആക്ച്വലി ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ റൈസ് എടുത്തിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു മോഡൽ ഇന്ത്യ ഗേറ്റ്സിൻ്റെ ഈ മോഡലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ കുറേ മോഡൽ ഇന്ത്യ ഗേറ്റ്സിന് യൂസ് ചെയ്തത്, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് കണക്ക് എങ്ങനെ വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം കുറച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അരി പെട്ടെന്ന് ഉടഞ്ഞു പോകും. പിന്നെ അരി ഉടഞ്ഞു പോകാതിരിക്കാൻ വേറൊരു ട്രിക്കും കൂടി ഉണ്ടാകും കൂടി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ റൈസ് യൂസ് ചെയ്യുന്നത് ഞാൻ പല വീഡിയോയിലും ആൾക്കാർ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ കാണിച്ചു തന്നിട്ടാ. അപ്പോൾ അത് മറക്കണ്ടത് ഇന്ത്യ ഗേറ്റ്സിൻ്റെ ബസ്മതി റൈസ്. ഈ ഒരു ബ്രൗൺ കളർ സെലിബ്രേഷൻ പാക്ക് എന്നൊക്കെ ചെയ്തിട്ട് ഈ സെയിം കളർ മേടിക്കണേ, കാരണം പല ടൈപ്പ് ഉണ്ട് ഇവർക്ക്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. 4 ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ആയി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മുടെ ബേ ലീഫൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇനി അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഉടഞ്ഞു പോകാതിരിക്കാനുള്ള ട്രിക്ക് എന്താ വെച്ചാൽ, ഈ അരി നമ്മളിങ്ങനെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഈ എണ്ണയിൽ വറുത്തെടുക്കുക. അപ്പോൾ ഈ 2 മിനിറ്റ് ഒന്ന് അരി ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അരി ഉടയില്ല, അതിൻ്റെ ചാൻസ് ഭയങ്കര കുറവാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഈ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തേങ്ങാപ്പാൽ ഈ KLFൻ്റെ കോക്കനട്ട് മിൽക്ക് എടുത്ത് തേങ്ങയില്ല, അപ്പോൾ ഇതാണ് എളുപ്പപ്പണി. അപ്പോൾ നമ്മളിത് ഈ ഒരു ഗ്ലാസ്സിലാട്ടോ നമ്മൾ അരി എടുത്തത്. അപ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ തേങ്ങാപ്പാൽ എടുക്കുക, അതാണ് അളവ്. 2 ഗ്ലാസ് വേണം, 2 ഗ്ലാസ് വേണം എടുക്കാനായിട്ട്. അതേപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളവും വേണം, അതാണ് അതിന് കണക്ക്. ഈ അരിയുടെ 2 ഗ്ലാസ് തികച്ചില്ല, ബാക്കി നമുക്ക് വെള്ളം വെച്ച് കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തുകൊണ്ടാണ് 4 ഗ്ലാസ് വേണം വെള്ളം. അപ്പോൾ 2 ഗ്ലാസ് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്തു. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ബാക്കി 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം വേണം പ്രത്യേകിച്ച് ഒഴിക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. മേജർ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നൈസായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു മിക്സ്. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് നോക്കണം റൈസ് വെന്തോ എന്താ അവസ്ഥ എന്നുള്ളത്. ഇൻ കേസ് വെള്ളം കുറവുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒരു പൊടിക്ക് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇടയ്ക്ക് നോക്കുക റൈസ് വെന്തോ ഇല്ല. ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. ഞാൻ ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത്, ഉപ്പ് ചുമ്മാ വാരി ഇടരുത്. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ പരിപാടികളാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് ഞാൻ. ഇനി നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. വിശന്നിട്ട് പാടേട്ടാ, മണമൊക്കെ അടിച്ചിട്ട് വാ തുറന്നു നോക്കാം. കമോൺ, എന്താ മണം. ഒന്ന് ഇളക്കി കൊടുക്കട്ടാ ഗരം മസാലയൊക്കെ. ഇതാണ് നമ്മുടെ ഫൈനൽ സംഭവം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നമ്മുടെ കമൻസിൽ വീഡിയോയുടെ അടിയിലെ കമൻസിൽ അഭിപ്രായം എന്തായാലും അറിയിക്കുക. നല്ല ചൂടുണ്ട്, അപ്പോൾ നല്ല അടിപൊളി ഫ്ലേവേർഡ് ആയിരിക്കും. നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.